بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാദിമേനിയിലേക്ക് സ്വാഗതം. +1 ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠം തമീസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. സക്കരിയ അലൈഹിസ്സലാം എന്നാണ് പാഠത്തിന്റെ പേര്. തമീസ് എന്നാണ് പാഠത്തിലെ നമുക്ക് പഠിക്കാനുള്ള ഗ്രാമർ പരമായിട്ടുള്ള വിഷയം. നമ്മൾ ആദ്യം ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ആശയങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പാഠത്തിലെ ഭാഗങ്ങൾ വായിച്ചിട്ട് അർത്ഥമൊക്കെ പറയാം. അപ്പോൾ ഒന്നാമത് നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളൊന്ന് നോക്കാം. നോക്കൂ, ബലഗ തിസ്ഈന സനത്തൻ എന്നൊരു സാധനം നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സക്കരിയ അലൈഹി സ്വലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചില കഥയൊക്കെയാണ് പറയുന്നത്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ബലഗ അദ്ദേഹം എത്തി, തിസ്ഈന 90-ലെത്തി, അതായത് അദ്ദേഹത്തിന് 90-ആയി. എന്ത് 90? സനത്തൻ, പ്രായത്താൽ അല്ലെങ്കിൽ വയസ്സിനാൽ. അപ്പൊ വയസ്സ് 90-ആയി എന്നാണ് അർത്ഥം, അല്ലെ? ഇഷ്തഅല റഅ്സുഹു, അദ്ദേഹത്തിന്റെ തല അല്ലെങ്കിൽ മുടി മിനുങ്ങി, ജ്വലിച്ചു എന്നൊക്കെയാണ്. ഇഷ്തഅല എന്ന് പറഞ്ഞാൽ തീ കത്തുന്നതിനൊക്കെ സാധാരണ പറയാം. അപ്പം മുടി തിളങ്ങി എന്നൊക്കെ നമ്മൾ അർത്ഥം പറഞ്ഞാൽ തന്നെ എങ്ങനെ തിളങ്ങി? എന്തെങ്കിലും ലൈറ്റ് അടിച്ചിട്ട് തിളങ്ങിയതാണോ? അല്ല. ഷെയ്ബൻ, നരയാൽ തിളങ്ങി. ഈ രണ്ട് സാധനങ്ങളും കൂടെ ഒന്നിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നര അദ്ദേഹത്തിന്റെ മുടിയിൽ വ്യാപിച്ചു എന്നാണ് അർത്ഥം വരിക. ഇഷ്തഅല റഅ്സുഹു എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന്റെ തല തിളങ്ങി. ഷെയ്ബൻ, ഷെയ്ബിനാൽ തിളങ്ങി, നരയാൽ തിളങ്ങി. ഈ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് അതിന്റെ ഒരു പ്രാഥമികമായ ആശയം മനസ്സിലാക്കി. ഇനി നമുക്ക്, ഞാനെല്ലാം കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം ഞാനിത് വിശദീകരിച്ച് പറയും, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നോക്കിയേ, തമ്മീസു, നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് തമ്മീസ് എന്നതാണ്. തമ്മീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കണമെന്നില്ല, ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് തന്നെ നോക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ അർത്ഥമൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കിയാൽ മതി. തമ്മീസ് എന്നാൽ ഇസ്മുൻ ഫദ്ലത്തുൻ നകിറത്തുൻ ജാമിദുൻ, ഫദ്ലയും നക്കിറയും ജാമിദുമായ ഒരു ഇസ്മാണ് എന്ന്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതാദ്യം മനസ്സിലാക്കുന്നത് ഫദ്ല എന്ന് പറഞ്ഞാല്, ഫദ്ല എന്ന് പറഞ്ഞാല് നമുക്കൊരു സെന്റൻസിൽ അത്യാവശ്യമുള്ള ഒരു സെന്റൻസ് രൂപപ്പെടാൻ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് എന്താണോ അത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഫദ്ലയാണ്. ഉദാഹരണത്തിന് ഒരു ഫിയലും ഫായിലും വന്നാൽ, ഇതൊരു ഫിയലാണ്, ഇതൊരു ഫായിലാണ്. ഈ ഫിയലും ഫായിലും വന്നാൽ തന്നെ നമുക്കൊരു പൂർണ്ണമായ ആശയം ആ സെന്റൻസിൽ നിന്ന് കിട്ടും. ഒരു ഇസ്മ പറയും പോലെയല്ല, ഒരു ഫിയലും ഫായിലും, ഒരു ഇസ്മ മാത്രം പറയും പോലെയല്ല. ഒരു ഫിയലും ഫായിലും വന്നാൽ എന്തായി? അതിൻ്റെ അകത്തുനിന്ന് ഒരു ആശയം, പൂർണ്ണമായ ഒരു ആശയം കിട്ടും. അപ്പൊ ഫിയലും ഫായിലും ഇതിനെക്കുറിച്ച് ഉംദ എന്നാണ് പറയാ, അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഫദ്ലയാണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ് എന്നർത്ഥം. അതേപോലെ തന്നെ നമ്മളൊരു മുബത്തദവും ഒരു ഖബറും പറഞ്ഞാൽ തന്നെ ഒരു പൂർണ്ണമായ അർത്ഥം നമുക്ക് കിട്ടും. പിന്നെ അതിന് ശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇതിന്റെ സിഫത്തുകളായിട്ടോ അതിന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഫദ്ലയാണെന്ന് പറയാം. അപ്പൊ ഇത്ര മനസ്സിലാക്കുക. ഒരു സെന്റൻസ് ഇതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കൊന്നുമില്ല, പക്ഷേ ഈ സാധനം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഒരു സെന്റൻസിൽ ബേസിക് ആയിട്ട് വേണ്ടിയിരുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്തെല്ലാം പറയുന്നുണ്ടോ അതൊക്കെ ഫദ്ലയാണ്. അപ്പം നമ്മൾ ഈ പറയാൻ പോകുന്ന തമീസ് എന്ന് പറയുന്ന സാധനം ഒരു സെന്റൻസിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതല്ല. അതില്ലെങ്കിലും സെന്റൻസ്, അത് ഒഴിവാക്കിയാലും സെന്റൻസിന്റെ അർത്ഥം പൂർണ്ണത ഉണ്ടാവും. സെന്റൻസിന് അർത്ഥത്തിൽ പൂർണ്ണത ഉണ്ടാകും. അതൊരു ഒരു പൂർണ്ണമായ ആശയമുള്ള സെന്റൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു വാക്കാണ്. ഒരു ഇസ്മാണ് നമ്മൾ പറഞ്ഞു. തമീസ് എപ്പോഴും എന്തായിരിക്കും? ഒരു ഇസ്മായിരിക്കും, ഫദ്ല ആയിരിക്കും, അഡീഷണൽ ആയിട്ട് വന്ന ഇസ്മായിരിക്കും. അതായത് ഫായിലോ മുബത്തദോ അങ്ങനത്തെ ഒന്നും ആയിരിക്കൂല എന്നർത്ഥം കേട്ടോ. അത്ര മനസ്സിലാക്കിയാൽ മതി. നക്കിറ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം എന്താണ് നക്കിറ എന്ന്, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നക്കിറയും മാരിഫയും ഉണ്ട്. ഒരു കൃത്യമായി നിർണയിച്ച ഒരു സാധനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഇസ്മാണെങ്കിൽ മാരിഫ എന്ന് പറയും. പൊതുവായ കുറേ എണ്ണത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നക്കിറ എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ ഇവിടെയൊക്കെ ഈ തൻവീൻ ഉണ്ടാകും, അലിഫ്ലാം ഉണ്ടാകൂല, അങ്ങനെയൊക്കെയാണ് നമ്മൾ നക്കിറയെ ബേസിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും, പക്ഷെ ഇല്ലെങ്കിൽ ഇത്ര മനസ്സിലാക്കുക. സാധാരണഗതിയിൽ തൻവീനൊക്കെയാണ് ഉണ്ടാവുക ഇത്തരം ഇസ്മുകളിൽ. എന്തായിട്ട് വരുന്നത്? തമീസായിട്ട് വരുന്ന ഇസ്മുകളിൽ
ഇസ്മാണ് നമ്മൾ പറഞ്ഞു, ഫദ്ലയാണെന്ന് പറഞ്ഞു. അത് നെക്കിറയാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതിൻ്റെ അകത്ത് തൻവീനാണ് സാധാരണ ഉണ്ടാവുക, അലിഫ്ലാമൊന്നും ഉണ്ടാവുകയില്ല. അത് മാത്രമല്ല കേട്ടോ നക്കീറ മാരിഫ്, പക്ഷെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് എന്ത്, അങ്ങനെ മനസ്സിലാക്കാന്ന് പറയുന്നത്. തൻവീൻ ഉണ്ടെങ്കിൽ ഇത് നക്കീറ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം ബേസിക് ആയിട്ട്. ജാമിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാമിദ് എന്ന് പറഞ്ഞാല് നമ്മള് ആ ഇസ്മ, ഇതിപ്പം സനത്ത് എന്ന ഇസ്മ എന്താണ്, അത് വേറൊരു വാക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു ഇസ്മൊന്നും അല്ല. പദങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്, ജാമിദും മുഷ്തഖും ഉണ്ട്. അപ്പൊ മുഷ്തഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേറൊരു വാക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വാക്കായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് മുസ്ലിമുൻ എന്ന വാക്ക് എന്താണ്? ഒരു മുഷ്തഖായ വാക്ക. ഏതിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്? അത് പിന്നെ മുസ്ലിം എന്ന വാക്ക് അസ്ലമ, യുസ്ലിമു, ഇസ്ലാമൻ എന്നൊക്കെ വരുന്ന, അപ്പം ഇസ്ലാം എന്നൊരു വാക്കിൽ നിന്നാണ് അസ്ലമ ഉണ്ടാകുന്നത്, മുസ്ലിം ഉണ്ടാകുന്നത്, ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ മുഷ്തഖുകളാണെന്ന് പറയും. എന്നാൽ ആ ബേസ് ഫോമിനെ നമുക്ക് ജാമിദാണെന്ന് പറയാം. ഇതൊക്കെ ഏതൊരു ബേസ് ഫോമിൽ നിന്നാണോ എടുക്കുന്നത് അതിനെപ്പറ്റി ജാമിദാണെന്ന് പറയാം. അതേപോലെ തന്നെ ഓരോ ഇസ്മുകളുടെ ഇപ്പം പിന്നെ കലമുൻ, പിന്നെ അതേപോലെ തന്നെ തോവിലത്തുൻ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ പേരുകൾ ഉണ്ടാവുമല്ലോ, അതും എന്താണ് എന്ന് പറയാം നമുക്ക്? ജാമിദായ ഇസ്മുകളാണെന്ന് പറയാം. അതായത് മുഷ്തഖ് അല്ലാത്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുഷ്തഖ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വേർഡിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ അല്ലാതെ സ്വന്തമായി തന്നെ ഉണ്ടായ വാക്കുകളാണെങ്കിൽ, അത് വേറൊരു വാക്കിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും നിയമം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതല്ല, സ്വന്തമായിട്ട് ആദ്യമേ ആ വാക്ക് അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടായ വാക്കുകളെയാണ് ജാമിദ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഈ സാധനങ്ങൾ എന്താണെന്ന് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലാവാന്, ഈ നമുക്ക് പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവാൻ ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നൊന്നുമില്ല, പക്ഷെ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നർത്ഥം. അപ്പൊ തമീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മാണ്, ഫളിലായ ഇസ്മാണ്, ഒരു സെന്റൻസിന്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന ഇസ്മാണ്. നക്കിറയാണ്, മാരിഫയല്ല. ജാമിദാണ്, മുഷ്തഖല്ല. ഇങ്ങനെയൊക്കെയായ ഒരു ഇസ്മാണ് തമീസ്. ഇതൊന്നും അല്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇതൊന്നും അല്ല. ഈ തമീസ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് മുഫസ്സിറുൽ ലിമാ ഉബ്ഹിമ, മുബ്ഹമായതിനെ വിശദീകരിച്ചു തരുന്ന, വ്യക്തതയില്ലാത്തതിനെ വ്യക്തമാക്കി തരുന്ന. ഇപ്പൊ ബലഗ തിസ്ഈന, 90 എത്തിയപ്പോൾ, അല്ലെങ്കിൽ 90 എത്തി. എന്ത് 90? 90 എന്ത്? 90 എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ടില്ല. അപ്പൊ അതിനെ വ്യക്തമാക്കി തരാണ് സനതൻ. ഇസ്തഅല, മിന്നിത്തിളങ്ങി. അതെങ്ങനെ മിന്നിത്തിളങ്ങിയത്? അതിലെന്തോ ഒരു അവ്യക്ത, എന്ത് കാരണത്താൽ മിന്നിത്തിളങ്ങി എന്നാ പറയുന്നത്? ഷെയ്ബൻ, ഷെയ്ബിനാൽ. അപ്പം ഒരു മുബ്ഹമായ വാക്കിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരു ഇസ്മായിരിക്കും എന്ത്? തമീസ് എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തതയില്ലാത്ത ഒരു വാക്കിനെ വിശദീകരിച്ചു തരുന്ന ജാമിദും നക്കിറയും ഫളലയുമായ ഒരു ഇസ്മാണ്. ഇനി ഈ അവ്യക്തമായത് എന്ന് പറഞ്ഞാൽ മിനദ്ദവാത്തി, ദാത്തുകളിൽ നിന്ന് അവ്യക്തമായത് ഉണ്ടാവാം. അവിൻ നിസ്ബത്തി, നിസ്ബയിൽ നിന്ന് അവ്യക്തമായതും ഉണ്ടാവാം. എന്താ ഈ ദാത്തിൽ നിന്ന് അവ്യക്തമായത്, നിസ്ബയിൽ നിന്ന് അവ്യക്തമായത് എന്നൊക്കെ പറഞ്ഞാല്, അത് എന്ന് പറഞ്ഞാല് ദാത്ത് എന്ന് പറഞ്ഞാല് ഇസ്മുകള്. ഇപ്പം ഉദാഹരണത്തിന് ഈ തിസ്ഈന എന്ന് പറയുന്ന ഒരു ഇസ്മാണ് എന്ന് പറയാം, ഒരു ദാത്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി അതേപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നെന്താ പറഞ്ഞത്? നിസ്ബ അല്ലെ. നിസ്ബ എന്ന് പറഞ്ഞാൽ ഒരു ഫിഇലാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. ഒരു വിധി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഒരു ഹുക്മ്. നമ്മളൊരു കാര്യത്തിന്റെ ഒരു ഹുക്മ് അതെപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ ഒരു പിന്നെ ഈ ഫിഇലായിട്ടൊക്കെയാണ് പറയാം. ഇത് ഞാൻ ക്ലിയർ ഏറ്റവും നമ്മളതിന്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള രൂപത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല ഞാനിത് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ഒന്നുകിൽ ഒരു ദാത്ത്, ഒരു സാധനം തന്നെ. ഇപ്പൊ തെസീന എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധനാണല്ലോ, ഒരു സാധനമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ അല്ലെ. അപ്പൊ അതിൽ നിന്ന് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്, അല്ലെങ്കിൽ എന്ത് ഒരു 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 ഹുക്കും, ഇഷ്താല റസുഹു, അപ്പം ആ മിന്നിത്തിളങ്ങി എന്ന് പറയുന്നത് അതൊരു ഒരു ഹുക്കുമാണ്, ഒരു വിധി പറയാം. നമ്മൾ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്. അപ്പൊ ഈ രണ്ട് രൂപത്തിലും നമ്മളെ ഈ പിന്നെ ഒരു അവ്യക്തമായ സാധനത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി വരുന്ന
പദങ്ങളെയാണ്, എങ്ങനത്തെ പദങ്ങള്, ജാമിദും നെക്കിറയും ഫദ്ലയുമായ ഇസ്മുകളെയാണ് തമീസ് എന്ന് പറയുന്നത്. പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു സെന്റൻസിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ നിന്ന്, അത് ദാത്താവട്ടെ നിസ്ബയാവട്ടെ, ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ദാത്തോ നിസ്ബയോ ആയ വാക്കുകളിൽ അവ്യക്തമായതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി, ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ദാത്തോ നിസ്ബയോ ആയ ഒരു വാക്കുകളിൽ അവ്യക്തമായതിനെ, പൂർണ്ണമായ ആശയം, അതായത് നമുക്ക് കൃത്യമായ വ്യക്തതയോടുകൂടിയുള്ള ആശയം കിട്ടാത്തതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി ആഡ് ചെയ്യുന്ന ജാമിദും നക്കിറയും ഫദ്ലയുമായ ഇസ്മിനെയാണ് തമീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്റൻസിന്റെ അകത്ത് തമീസ് ഏതാന്ന് ചോദിച്ചാൽ ഈ വേർഡ് മാത്രം. ഇതാണ് ജാമിദും നക്കിറയും പിന്നെ ഫദ്ലയും ഒക്കെ ആയിട്ടുള്ള ഇസ്മ. ഈ ഇസ്മ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള എന്തോ ഒരു അവ്യക്തതയെ നീക്കിത്തരുന്നു. അതൊരു ദാത്തിൽ നിന്നുള്ള അവ്യക്തതയാവാം, ഒരു ഹുക്കുമിൽ നിന്നുള്ള അവ്യക്തതയാവാം. അതിനെ നമുക്ക് എന്ത് ചെയ്തിരുന്നു? ക്ലിയർ ചെയ്തു തരുന്നു ഈ ഇസ്മ. അതുകൊണ്ട് ആ ഇസ്മിന്റെ പേരാണ് എന്ത്? തമീസ്. ഇനി നമുക്ക് അടുത്ത ഇതിന്റെ ബാക്കി എന്താണെന്ന് നോക്കാം. നമ്മൾ നോക്കിയേ, തമീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പിന്നെ ഈ അൽ മുഫസ്സിറുൽ ദാത്ത് അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ ദാത്തിനെ വിശദീകരിക്കുന്നതും ഉണ്ടാവാം, എന്തുണ്ടാവാം, നിസ്ബയെ വിശദീകരിക്കുന്നതും ഉണ്ടാവാം. അപ്പൊ ഈ ദാത്തിനെ വിശദീകരിക്കുന്ന വാക്കുകള്, മുബഹമായ ദാത്തുകളെ വിശദീകരിക്കുന്ന ഇസ്മുകള്, അക്സറു വുഖൂഇഹി, അത് അധികവും സംഭവിക്കാറുള്ളത് ബഅദൽ മഖാദീരി വൽ അദദി, മിഖ്ദാറിന്റെയോ അദദിന്റെയോ ശേഷമായിരിക്കും. എന്താ പറഞ്ഞത്? ദാത്തുകളെ, മുബഹമായ ദാത്തുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ വരുന്ന തമ്മീസുകൾ സാധാരണ അധികവും വരാറുള്ളത് ഒന്നുകിൽ മിഖ്ദാറിന്റെ ശേഷം അല്ലെങ്കിൽ അദദിന്റെ ശേഷം. മിഖ്ദാർ എന്ന് പറഞ്ഞാൽ അളവ് എന്നർത്ഥം. അദദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, എണ്ണം എന്നർത്ഥം. എണ്ണങ്ങളുടെയോ എണ്ണങ്ങളുടെയോ അളവുകളുടെയോ ശേഷമായിരിക്കും കൂടുതലും, ഇതിന്റെ ശേഷം മാത്രമേ വരുള്ളൂ എന്നല്ല, കൂടുതലും ആര് വരുന്നത്? മുബ്ഹമുകൾക്ക് ശേഷം തമീസ് വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ അറബി ഭാഷയിൽ പ്രയോഗം ഈ മിഖ്ദാറും അദദും പറഞ്ഞാൽ അതിന് ശേഷം തമീസ് വരും. കാരണം എന്താ? മിഖ്ദാറും അദദോ മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. തിസ്ഈന എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ എന്താണ് പറഞ്ഞത്? തിസ്ഈന എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ എന്താണ് പറഞ്ഞത്? 90 എത്തി. എന്ത് 90 എത്തി? 90 എന്ത്? അപ്പൊ 90 ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ തമീസ് ആയിട്ട് സനത്തൻ എന്ന് പറയും. എൻ്റെ അടുത്ത് 20 ഉണ്ട്. 20 എന്ത്? എന്തി ഇഷ്റൂന, എൻ്റെ അടുത്ത് 20 ഉണ്ട്. എന്ത് 20? ദിർഹമൻ, ദിർഹമായിട്ട്. അപ്പം എണ്ണം പറഞ്ഞാൽ എണ്ണത്തിന് ശേഷം എന്തുണ്ടാകും? എണ്ണത്തിന് ശേഷം ഒരു തമീസ് ഉണ്ടാകും. മിഖ്ദാർ പറഞ്ഞാൽ മിഖ്ദാറിന് ശേഷം എന്തുണ്ടാകും? ഒരു തമീസ് ഉണ്ടാകും. അപ്പൊ മിഖ്ദാർ എന്ന് പറഞ്ഞപ്പം ഈ എണ്ണത്തിന്റെ നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പാഠത്തിൽ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇത് പറയുന്നതിനിടയ്ക്ക് ഒരുപാട് വട്ടം പറഞ്ഞു. തിസ്ഈന ഒരു എണ്ണമാണ്. അതിന് ശേഷം എന്ത് വന്നിരിക്കുന്നു? തിസ്ഈന എന്ന അദദിന് ശേഷം സനത്തൻ എന്ന തമീസ് വന്നിരിക്കുന്നു. വളരെ ക്ലിയർ ആണ്. എന്നാൽ മിഖ്ദാർ എന്ന് പറഞ്ഞിട്ട് കുറെ നേരം നമ്മൾ പറയുന്ന അളവ് അളവ് അളവ്, അളവിനെ പറ്റി എന്താ നമുക്ക് പറയാൻ കഴിയുക? അളവ് നോക്കിക്കോ. മീറ്റർ എന്ന് പറയുന്നത് ഒരു അളവാണ് അല്ലെ? മീറ്റർ എന്ന് പറയുന്നത് ഒരു അളവാണ്. മിത്രൻ എന്നാണ് അതിന് അറബി പറയാം. ലിറ്റർ എന്ന് പറയുന്നത് ഹംസത്തു ലിത്രിൻ, അല്ലെങ്കിൽ 1 ലിറ്റർ എന്നാണെങ്കിലും ലിറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെ? ലിത്രൻ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ 1 മീറ്റർ ആയതുകൊണ്ടാണ് മിത്രൻ എന്ന് പറഞ്ഞത്. ഇനി കുറെ മീറ്റർ ഉണ്ടെങ്കിൽ ഹംസത്തു മിത്രിൻ അങ്ങനെയും പറയാം. അപ്പം എന്താണ് നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പം മീറ്റർ, ലിറ്റർ, ഗ്രാം, 100 ഗ്രാം, 100 ഗ്രാം, ഇതൊക്കെ എന്താണ്? മിഖ്ദാറുകളല്ലേ, അളവുകളല്ലേ. അളവുകൾ എന്ന് പറയുന്നത് എന്തൊക്കെ ആവാം? മിസാഹത്ത് ആവാം. മിസാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പിന്നെ ദൂരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ സാധാരണ അളക്കുമ്പോൾ പറയുമല്ലോ, ഇപ്പം ഇത്ര നീളം അല്ലെങ്കിൽ ഇത്ര വീതി എന്നൊക്കെ പറയുന്ന ആ രീതിയെയാണ് മിസാഹത്ത് എന്ന് പറയുന്നത്. കൈല് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളൊരു പാത്രത്തിൽ കൊള്ളുന്ന വോള്യത്തിന്റെ അളവൊക്കെ പറയുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. വോള്യത്തിന്റെ അളവ് പറയില്ല, നമ്മളൊരു പാത്രത്തിൽ കൊള്ളുന്നതിന്റെ അളവൊക്കെ പറയുമല്ലോ. 5 ലിറ്റർ 10 ലിറ്റർ എന്നൊക്കെ പറയുമല്ലോ. അതിനെയാണ് കയ്യിൽ. ഇതെല്ലാം അളവ് തന്നെയാണ്. മിസാഹത്ത് എന്ന് പറഞ്ഞാലും അളവ് തന്നെ, കയ്യിൽ എന്ന് പറഞ്ഞാലും അളവ് തന്നെ. വസ്ന് എന്ന് പറഞ്ഞാൽ തൂക്കമാണ്. തൂക്കം നമ്മൾ എങ്ങനെ പറയാ? വസ്നാകുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ?
വസിന് തൂക്കമാണെങ്കിൽ നമ്മൾ ഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാമിലൊക്കെ പറയും അല്ലെ. കയ്യിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? കയ്യിലാണെങ്കിൽ നമ്മൾ ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്ററിലൊക്കെ പറയും. അതേപോലെ തന്നെ മിസാഹത്ത് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? മിസാഹത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ദൂരം അളവുകളാണ്. മീറ്റർ, ദൂരം, വീതി, നീളം, വീതിയൊക്കെ ഉണ്ടാവുമല്ലോ. നീളം വീതിയൊക്കെയാണ് മിസാഹത്തിൽ പറയാം. മനസ്സിലായ? മിസാഹത്ത് എന്ന് പറഞ്ഞാൽ നീളം വീതി പോലെയുള്ള അളവുകളാണ്. കയ്യിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വോള്യം, വ്യാപ്തം, അതുമായി ബന്ധപ്പെട്ട അളവുകളാണ്. അപ്പൊ അത് ലിറ്ററിലൊക്കെ ആയിരിക്കും പറയാം. വേറെയും യൂണിറ്റുകൾ ഉണ്ടാവും. ഇത് നമ്മൾ ഫിസിക്സ് അല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇതൊക്കെ കൃത്യമായിട്ട് കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പലതരം യൂണിറ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ വസ്ന് ഉണ്ട്. വസ്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ അതിന്റെ പിന്നെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ ഗ്രാം എന്ന് പറയാം. കിലോഗ്രാം തന്നെയാണ് ഗ്രാമൊക്കെ ആവുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ പിന്നെ തൂക്കമാണിത്. വസ്ന് എന്ന് പറഞ്ഞാൽ തൂക്കമാണ്. സോ നമ്മളിപ്പോ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. മിഖ്ദാറുകൾ, അളവുകൾ, അത് നീളം വീതി പോലെയുള്ള അളവുകളാവാം, വോള്യത്തെ കുറിച്ചുള്ള അളവുകളാവാം, വസ്നിനെ കുറിച്ചുള്ള അളവ്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ വോള്യം ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? മിസാഹത്ത്, കയ്യില്, വസ്ന് എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത്. മിസാഹത്ത്, കയ്യില്, വസ്ന്, ഇത് ആവാം. മിഖ്ദാറുകൾ, അളവുകൾ മിസാഹത്തോ കയ്യിലോ വസ്നോ ആവാം. അപ്പൊ എന്തൊക്കെയാവാം? ഇഷ്തറൈത്തു, ഞാൻ വാങ്ങി, മിത്രൻ, 1 മീറ്റർ. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം കണ്ടോ നിങ്ങള്? 1 മീറ്റർ ഞാൻ വാങ്ങി. ഇതൊരു മിസാഹത്തിന്റെ അളവാണ്. അപ്പൊ ഈ മിഖ്ദാർ പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ വാങ്ങി എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാവോ? ഇല്ല. 1 മീറ്റർ എന്ത്? സൗബൻ, വസ്ത്രത്താൽ. അപ്പം വസ്ത്രത്തിന്റെ, ഷർട്ട് പീസിന്റെ 1 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ഷർട്ട് പീസ് ഞാൻ വാങ്ങി. അപ്പൊ അറബി ഭാഷയുടെ ഒരു ശൈലി അനുസരിച്ച് ഈ മിത്രൻ എന്നത് ആദ്യം അങ്ങ് പറയും, ആ മിഖ്ദാർ ആദ്യം പറയും, അതിനുശേഷമാണ് ആ വസ്തു പറയുക. അപ്പൊ ആ വസ്തുവിന്റെ നാമം, ആ ഇസ്മ എപ്പോഴും ഈ മിഖ്ദാറിന്റെ എന്തായിരിക്കും? ഇവിടെ പറഞ്ഞിരിക്കുന്ന മിഖ്ദാറിന്റെ എന്തായിരിക്കും? തമ്മീസ് ആയിട്ടാണ് പറയുക. പറഞ്ഞത് മനസ്സിലായല്ലോ? ഒരു മിഖ്ദാർ പറയും, ആ മിഖ്ദാർ പറഞ്ഞിട്ട് അതിന് ശേഷമായിരിക്കും അതിന്റെ തമ്മീസ് പറയുക. ഇങ്ങനെയാണ് അറബി ഭാഷയുടെ പൊതുശൈലി. അതുകൊണ്ടാണ് തമ്മീസ് ഏറ്റവും കൂടുതൽ ദാത്തിനെ തമ്മീസ് ചെയ്യുകയാണെങ്കിൽ, ദാത്ത്, ഇതൊക്കെ ഒരു ദാത്താണല്ലോ, ഓരോ സാധനത്തിന്റെ പേരാണല്ലോ. 5 ഗ്രാം, 100 ഗ്രാം, 5 ലിറ്റർ, 100 ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇസ്മാണല്ലോ. ആ ഇസ്മിനെ, ദാത്തിനെ നമ്മൾ തമ്മീസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലും മിഖ്ദാറിന് ശേഷം വരാറുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? അറബി ഭാഷയിൽ മിഖ്ദാറുകൾ ഉപയോഗിക്കുന്നതിന്റെ സാധാരണ ശൈലി ഇങ്ങനെയാണ്. കാര്യം പറഞ്ഞിട്ട് ആ സാധനത്തിന്റെ ആ അളവ് ആദ്യം പറഞ്ഞിട്ട് പിന്നീടാണ് അതിന്റെ നാമം പറയുക. നമ്മൾ മലയാളത്തിലൊന്നും ഇങ്ങനത്തെ ഒരു ശൈലിയൊന്നുമില്ല. മലയാളത്തിൽ നമ്മൾ കൃത്യമായിട്ട് തിരിയുന്ന പോലെ അങ്ങ് പറയുക ചെയ്യുക. പക്ഷെ അറബികളുടെ ഒരു ശൈലി എങ്ങനെയാണ്? ഈ സാധനത്തിന്റെ ഈ അളവ് ആദ്യം പറഞ്ഞിട്ട്, മിഖ്ദാർ ആദ്യം പറഞ്ഞിട്ട് അതിന് ശേഷമാണ് അതിന്റെ തമ്മീസ് പറയുക. അപ്പൊ മിഖ്ദാറുകൾ മിസാഹത്തോ കൈലോ വസ്നോ ആവാം. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞ മിത്രൻ എന്ന് പറയുമ്പം 1 മീറ്റർ, സൗബൻ, ഇപ്പൊ വസ്ത്രത്താൽ. അപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിസാഹത്താണ്, നീളത്തിന്റെയോ വീതിയുടെയോ ഒക്കെ ഒരു അളവാണ്. ഇനി ഖംസത്തു ലിത്രിൻ എന്ന് പറഞ്ഞു, 5 ലിറ്റർ, അതൊരു വോള്യത്തെ കുറിച്ചാണ്, കൈലിനെ കുറിച്ചാണ് അല്ലെ, കൈലിനെ കുറിച്ചാണ്. ഇനി പിന്നെ 100 ഗ്രാം എന്ന് പറഞ്ഞു. 100 ഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു വസ്നിനെ കുറിച്ചാണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞ ഞാൻ വിറ്റു, ഖംസത്ത ലിത്രിൻ, 5 ലിറ്റർ, അറുസൻ, അരി, അല്ലെങ്കിൽ അരി. ഇത് നമ്മുടെ നാട്ടിൽ അറുസൊന്നും ലിറ്ററിൽ കണക്കാക്കൽ പൊതുവേ ഇല്ല. പക്ഷെ എന്താണ്, ശരിക്കും അതിന്റെ കൃത്യമായ അളവ് നമ്മൾ തൂക്കിയിട്ടാണ് കൊടുക്കല് അല്ലെ. അരിയൊക്കെ നമ്മൾ തൂക്കിയിട്ടാണ് കൊടുക്കുക. പക്ഷെ അത് നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ തൂക്കുന്നതിനേക്കാളും കൂടുതൽ അളന്ന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇസ്ലാമിന്റെ നിയമം. അളന്നിട്ടാണ് അതിന്റെ കൃത്യമായ കണക്ക്. പിന്നെ ആ അളവിനനുസരിച്ച് ആനുപാതികമായിട്ട് തൂക്കം മനസ്സിലാക്കിയിട്ട് തൂക്കി കൊടുക്കാമെന്നല്ലാതെ തൂക്കത്തിന്റെ കണക്കല്ല നമ്മൾ പൊതുവെ പറയാം, അളവിന്റെ കണക്കാണ് പറയാം. അപ്പം അളവ്, അതിന്റെ വോള്യം അതിന്റെ എത്രയാണ് അല്ലെ, എത്ര ലിറ്റർ ആണ്. അപ്പൊ ഞാൻ 5 ലിറ്റർ അറുസ് വിറ്റു. ഇന്ത്യ എന്റെ അടുത്തുണ്ട് 100 ഗ്രാമിൻ, 100 ഗ്രാം ദഹബൻ, സ്വർണത്താൽ. 100 ഗ്രാം സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ വലിയ വയസ്സുകാരനായിരിക്കും അല്ലെ ഇപ്രാവശ്യം, ഇപ്പോഴത്തെ കാലത്ത്. അപ്പം 100 ഗ്രാം സ്വർണം എന്റെ അടുത്ത് ഉണ്ട്. അപ്പൊ ഇതെന്താണ്? വസ്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 100 ഗ്രാം അല്ലെ, 100 ഗ്രാം ഒരു തൂക്കമാണ് പറയുന്നത്. അപ്പൊ ഓരോന്നിനും ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോ പറഞ്ഞു വന്നിട്ട് അവിടെ എത്തിയത്, നമ്മൾ ആദ്യം പറഞ്ഞത് തമീസ് എന്ന് പറഞ്ഞാല് ദാത്തിനെയോ നിസ്ബയെയോ, ദാത്തിലോ നിസ്ബയിലോ ഉള്ള
അവ്യക്തമായ ഒരു സംഗതിയെ വിശദീകരിച്ചു തരുന്ന ജാമിദും നക്കറും ഫദ്ലയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇസ്മാണ്. അപ്പം ഈ ദാത്തിൽ മുബഹമായത് അതിനെ വിശദീകരിക്കുന്നത് എന്ന് പറയുമ്പം അത് കൂടുതലും ആ രീതിയിലുള്ള ഒരു സ്റ്റൈൽ അറബി ഭാഷയിൽ ഉപയോഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ദാത്തിൽ മുബഹമായ ദാത്തിനെ വിശദീകരിക്കുന്ന തമീസ് അധികവും വരാറുള്ളത് എവിടെയാണ്? മിഖ്ദാറിന്റെയോ അദദിന്റെയോ ശേഷമാണ്. മിഖ്ദാർ എന്ന് പറഞ്ഞാൽ മസാഹത്തും കൈലും വസ്നും ഒക്കെ ആവാം. ഓരോന്നിനും എക്സാമ്പിൾസും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദാത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നിസ്ബയെ കുറിച്ച് പറയണ്ടേ? നിസ്ബ എന്ന് പറയുന്നത് രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ഒരു ഹുക്കുമൊക്കെ ആയിരിക്കും നിസ്ബ എന്ന് പറയുന്നത് സാധാരണ. രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? ഇപ്പം പൂവ് ഭംഗിയുള്ളതാണ് എന്ന് പറയുമ്പം പൂവ് എന്ന ഒരു വസ്തുവിലേക്ക് ഭംഗി എന്നൊരു സാധനത്തെ നമ്മൾ ചേർത്ത് പറയാണ്. അതാണ് അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ് ഇത് തമ്മിലുള്ള ഒരു ബന്ധം. അതൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ആ ബന്ധം പരസ്പരം രണ്ട് വേർഡ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ബന്ധം എന്താണോ അതിനെയൊക്കെയാണ് നമ്മൾ നിസ്ബ എന്ന് പറയുക. കുറച്ചും കൂടെ ഫിലോസഫിക്കലാണ്. ഞാൻ അതൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കോ. ഇവിടെ നോക്കുക, നമുക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം കത്തും. നോക്കിക്കോളൂ, ഇവിടെ നമ്മളെ ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് എന്താണ്? ഇഷ്തഅല റഅസു ഷൈബ എന്നൊരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച എക്സാമ്പിൾ തന്നെ. തല മിന്നിത്തിളങ്ങി ഷെയ്ബൻ നരയാൽ. ആശയം എന്ത് വരും? അദ്ദേഹത്തിന്റെ തലയിൽ നര വ്യാപിച്ചു എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ആശയമല്ല, നമുക്ക് ഈ വാക്കുകളുടെ കൃത്യമായി നമ്മൾ ഇതിനെ ഓരോന്നായിട്ട് പീസാക്കിയിട്ട് പരിശോധിക്കുകയാണല്ലോ. അപ്പൊ നോക്ക്, ഇവിടെ ഇഷ്തഅല എന്നത് എന്താണ്? ഇഷ്തഅല എന്നത് എന്താണ്? ഒരു ഫിഇലാണ്. സത്യത്തിൽ ഈ ഇഷ്തിആൽ ഉണ്ടാക്കിയ ആള് ആരാണ്? അദ്ദേഹത്തിന്റെ തലയിലുള്ള ഷെയ്ബാണ് ഇഷ്തിആൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മിന്നിത്തിളങ്ങുക, ജ്വലിക്കുക, കത്തുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതി അദ്ദേഹത്തിന്റെ തലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? അഷൈബാണ്, നരയാണ്. അപ്പോ ഈ ഇഷ്തഅലയുടെ നമ്മൾ ഈ സെന്റൻസിനെ വേറൊരു രൂപത്തിൽ മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇതിനെ വേറൊരു രൂപത്തിൽ ഇങ്ങനെ തമ്മീസൊന്നും അല്ലാതെ ഇതിനെ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഷെയ്ബിനെ ഇതിന്റെ ഫായിലായിട്ട് വെക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷനിൽ ഒരു ഫായിലിന്റെ ഗുണം കിട്ടുന്ന സാധനമാണിത്. മനസ്സിലായ? ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തില് ഒരു ഫായിലിന്റെ ഗുണം കിട്ടും. ഇത് വേറൊരു രൂപത്തിൽ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തെ നമുക്ക് ഫായിലാക്കിയിട്ട് പറയാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള അപ്പം ഫായിലിൽ നിന്ന് മുഹവ്വലായിട്ട്, ഫായിലിൽ നിന്ന് മാറി വന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? നിസ്ബ. ഇവിടെ ഈ വാക്ക് നിസ്ബയായിട്ട് വന്ന വാക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ദാത്തിനെ വിശദീകരിക്കുന്ന തമ്മീസും ഉണ്ടാവാം, നിസ്ബയെ വിശദീകരിക്കുന്ന തമ്മീസും ഉണ്ടാവാം എന്ന് പറഞ്ഞു. നിസ്ബയെ വിശദീകരിക്കുന്ന തമ്മീസ് ഒന്നുകിൽ ഫായിലിൽ നിന്ന് മാറി വന്നതായിരിക്കാം, ഫായിലിൽ നിന്ന് രൂപപ്പെട്ടു വന്ന, ഇത് തമ്മിലുള്ള കണക്ഷനിൽ ഒരു ഫായിലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാവാം. തിരിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്തതും കൂടെ കുറച്ചും പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഫജ്ജർനൽ അർള ഉയൂനൻ. ഫജ്ജർന നാം വെട്ടിക്കീറി അല്ലെങ്കിൽ നാം പിളർത്തി എന്നൊക്കെയാണ് അർത്ഥം. അൽ അർള ഭൂമിയെ നാം എന്താക്കി? പിന്നെ എന്താണ്, പൊട്ടിപ്പുറപ്പെട്ടു എന്നൊക്കെയാണ് പറയാ ശരിക്ക്. ഭൂമിയെ നമ്മൾ പിന്നെ എന്താക്കി? പിളർത്തി. ഉയൂനിനാൽ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഭൂമി ഇവിടെ ഫജ്ജറ എന്ന വാക്ക് പിന്നെ ആരാണ് ചെയ്യുന്ന ആള്? ഫജ്ജറിന് ഇവിടെ അള്ളാഹുവാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫായിൽ ശരിക്കും അള്ളാഹുവാണ്. ഫജ്ജറ എന്ന ഫീലിന്റെ ഫായിൽ അള്ളാഹുവാണ്. അള്ളാഹ് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഭൂമിയിൽ? ഒയൂനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒയൂൻ എന്ന് പറയുന്നത് എന്താണ്? അല്ലെ, ഭൂമിയിൽ അള്ളാഹ് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ അരുവികളാണ്. അപ്പം അരുവികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സെന്റൻസിനെ നമ്മൾ വേറൊരു രൂപത്തിലേക്ക് ഇങ്ങനെ തമ്മീസും ഇതൊന്നും ഇല്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒയൂൻ എന്നുള്ളത് എന്തായിരിക്കും? മഫ്ഊലായിരിക്കും. അപ്പം മഫ്ഊലിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്, മഫ്ഊലിൽ നിന്ന് മാറി വന്നതാണ്. അപ്പം നിസ്ബയുടെ തമ്മീസ്, നിസ്ബയിൽ നിന്ന് മുബഹമായതിനെ വിശദീകരിച്ചു വരുന്ന തമ്മീസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ദാത്തുകളിൽ നിന്ന് തമീസ് വരിക എന്ന് പറഞ്ഞു. ദാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നുകിൽ ഒരു അളവായിരിക്കും, അല്ലെങ്കിൽ ഒരു പിന്നെ എണ്ണമായിരിക്കും, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ദാത്തായിട്ട് വരുന്നത്. കൂടുതലും ഉണ്ടാവുക, വേറെ ഉണ്ട് കേട്ടോ, കൂടുതലും അതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ.
അതേസമയം നമ്മുടെ നിസ്ബയുടെ തമ്മീസ് ആണെങ്കിൽ നിസ്ബ പറയുമ്പം ചിലപ്പോൾ കൂടുതലും അതിൻ്റെ അകത്തൊരു ഫീലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഫാഇലിന്റെ മുഹവ്വലായിരിക്കും, അല്ലെങ്കിൽ മഫ്ഊലിന്റെ മുഹവ്വലായിരിക്കും, അതുമല്ലെങ്കിൽ ഒരു മുളാഫിന്റെ മുഹവ്വലായിരിക്കും. ഒരു മുളാഫിൽ നിന്ന് മുഹവ്വലായി വന്നത് ആയിരിക്കും. ഇപ്പൊ ഇവിടെ അന അക്സറു മിൻക മാലൻ, അന ഞാൻ, അക്സറു അധികമുള്ളവനാണ്, മിൻക നിന്നെക്കാൾ, മാലൻ എന്താണ് അധികമുള്ളത്, മാല്. അപ്പൊ ഇത് വേണമെങ്കിൽ മാലി അക്സറു മിൻക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്കി മാറ്റാൻ കഴിയും. അപ്പൊ ഈ മാലൻ എന്നത് ഇവിടെ മുളാഫായിട്ട് പറയാൻ പറ്റിയിരുന്ന, വേറൊരു സെന്റൻസിൽ മുളാഫായിട്ട് പറയാൻ പറ്റിയിരുന്ന ഒരു വാക്കാണ്. അത്ര മനസ്സിലാക്കുക, ഒരുപാട് ആഴത്തിലേക്ക് പോവണ്ട. ഇത് നമുക്ക് നിസ്ബ എന്തൊക്കെ ആവാം. നമ്മൾ ഒരു സെന്റൻസിൽ നിസ്ബയുടെ തമീസ് വരികയാണെങ്കിൽ, നിസ്ബയിൽ നിന്ന് മുബഹമായതിന് തമീസ് വരികയാണെങ്കിൽ, മുഫസ്സിർ എന്ന് പറഞ്ഞാൽ എന്താ, നിസ്ബയുടെ മുഫസ്സിർ എന്ന് പറഞ്ഞാൽ നിസ്ബയിൽ നിന്ന് മുബഹമായതിനെ തഫ്സീർ ചെയ്തു തരുന്ന, വിശദീകരിച്ചു തരുന്ന തമീസ് അല്ലെ. മുഫസ്സിർ എന്ന് പറഞ്ഞാൽ ആരാണ്, തമീസ് ആണല്ലോ മുഫസ്സിർ. ഇവിടുത്തെ മുഫസ്സിർ ആരാ, ഇതിലുള്ള മുബഹമായതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ആരാ, ഈ തമീസ്. അപ്പം തമീസിനെ തന്നെയാണ് മുഫസ്സിർ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിസ്ബയിൽ നിന്ന് മുബഹമായതിനെ തമീസ് ചെയ്തു തരികയാണെങ്കിൽ ആ മുഫസ്സിർ, ആ തമീസ് ഒന്നുകിൽ ഫാഇലിൽ നിന്ന് വേർപിരിഞ്ഞ്, അല്ലെങ്കിൽ ഫാഇലിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വന്നതാവാം, അല്ലെങ്കിൽ മഫ്ഊലിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വന്നതാവാം, അല്ലെങ്കിൽ ഒരു മുളാഫിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വന്നതാവാം, അല്ലെങ്കിൽ ഔലായകൂനു മുഹവ്വലൻ അൻ ഷൈ, ഒന്നിൽ നിന്നും രൂപപ്പെട്ടതല്ലാതെയും ആവാം. ഇംതല അൽ ഇനാഉ എന്ന ഉദാഹരണം എടുക്കുക. ഇംതല എന്ന് പറഞ്ഞാൽ നിറഞ്ഞു എന്നാണ്, നിറച്ചു എന്നല്ല, നിറഞ്ഞു. അൽ ഇനാഉ പാത്രം. ഇംതല എന്ന ഫിഅലിന് ഫാഇല് ഇനാ ആണ്. പാത്രം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു മഫൂൽ ഒന്നും ഉണ്ടാവില്ല. പാത്രം നിറച്ചു എന്ന് പറഞ്ഞാൽ നിറച്ചത് വേറെ ആളും പാത്രം മഫൂലും ആയിരിക്കും. പക്ഷെ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫായിലാണ്, അതായത് ഇത് ഒരു ലാസിമായ ഫെയിലാണ്, ഇതിനൊരു മഫൂലൊന്നും ഇനി ഉണ്ടാവില്ല. മനസ്സിലായ, നമ്മൾ കൺഫ്യൂഷൻ ആക്കരുത്. നിറച്ചു എന്നല്ല പറയുന്നത്, നിറഞ്ഞു എന്നാണ് പറയുന്നത്. പാത്രം നിറഞ്ഞു എന്ന്, ഇല വീണു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫായിലാരാ, ഇലക്ക് ജീവനുള്ള ആളെ ഫായിലാവാൻ പറ്റുള്ളൂ എന്നൊന്നും അറബി ഭാഷയിൽ നിയമമില്ല. ഫിഇലിന്റെ ഫായിൽ എന്ന് പറഞ്ഞാൽ ആ ഫിഇല് ആരിൽ നിന്ന് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ ഫിഇലിനെ ആരിലേക്ക് ചേർത്ത് പറയുന്നു. ഇല വീണു എന്ന് പറഞ്ഞാൽ ഇല തന്നെ വീണത്, ഇലയാണ് ഫായില്. പുഴ ഒഴുകി എന്ന് പറഞ്ഞാൽ പുഴയാണ് ഫായില്, അല്ലാതെ അതിന് വേറൊരു ഫായിലും പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇംതലയിൽ ഇനാവ് എന്ന് പറഞ്ഞാൽ പാത്രം നിറഞ്ഞു എന്ന ഫെയില്, ഈ ഫെയിലിന്റെ ഫായിൽ ഇനാഹ് തന്നെയാണ്. പിന്നെ അതിന് വേറെ മഫൂൽ, ഇത് ഇതിന്റെ മഫൂലാണോ? അല്ല, ഈ ഫീലിന് മഫൂൽ ഇല്ല, ഇത് മഫൂൽ ഇല്ലാത്ത ഫീലാണ്. അപ്പൊ പിന്നെ ഈ എന്താണ്, ഇത് ഫായിലിൽ നിന്ന് തെറ്റി വന്ന തമീസല്ല, മഫൂലിൽ നിന്ന് പിന്നെ രൂപാന്തരപ്പെട്ടു വന്ന തമീസല്ല, മുലാഫു അല്ല, ഒന്നുമല്ല. അപ്പൊ ഒന്നിൽ നിന്നും മുഹവ്വൽ അല്ലാതെ, ഒരു വസ്തുവിൽ നിന്നും, ഒരു സാധനത്തിൽ നിന്നും മുഹവ്വലായിട്ട് അല്ലാതെയും തമ്മീസ് വരാം. നിസ്ബയുടെ തമ്മീസ് ആകുമ്പം ഒന്നിൽ നിന്നും രൂപാന്തരപ്പെട്ടതല്ലാതെയും വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ പറഞ്ഞത് ഇത്രയാണുള്ളത്. ഒരു 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 തമ്മീസ് എന്ന് പറഞ്ഞാല് ദാത്തിന്റെയോ നിസ്ബയുടെയോ കൂട്ടത്തിൽ നിന്ന് മുബഹമായ, അവ്യക്തമായ ഒരു സാധനത്തെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇങ്ങനെയൊക്കെ ആയ ഫദ്ലയും നക്കിറയും മുംദയൊക്കെ ആയിട്ട്, നക്കിറയും ജാമതൊക്കെ ആയിട്ടുള്ള ഒരു ഇസ്മാണ്. ആ ഇസ്മ് മുബഹമായതിനെ വിശദീകരിക്കാന്ന് പറയുമ്പം ദാത്തിൽ നിന്ന് മുബഹമായതുണ്ടാവാം, നിസ്ബയിൽ നിന്ന് മുബഹമായതുണ്ടാവാം. ദാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മായിരിക്കും. ആ ഇസ്മ് ചിലപ്പം സാധാരണ അധികവും അത് വരാറുള്ളത് എന്തൊക്കെയാണ്, മിഖ്ദാറുകളുടെയോ അദദുകളുടെയോ ശേഷമാണ് വരിക. അദദിന്റെ ശേഷം വരാം, ഒരു എണ്ണം പറഞ്ഞിട്ട് ആ എണ്ണം എന്ത് എന്ന് പറയാം, ആ രീതിയിൽ വരാം. അല്ലെങ്കിൽ മിഖ്ദാറിന്റെ ശേഷം വരാം. മിഖ്ദാർ എന്ന് പറഞ്ഞാൽ അളവാണ്, അത് ദൂരത്തിന്റെയോ വീതിയുടെയോ ഒക്കെ അളവുകളാവാം, പിന്നെ തൂക്കത്തിന്റെ അളവുകളാവാം. അളവ്, നമ്മൾ സാധാരണ അളവ് എന്ന് പറയുന്ന ഒരു അളവുണ്ടല്ലോ, വ്യാപ്തത്തിന്റെ അളവ്, അങ്ങനെയൊക്കെ ആവാം. ആ രീതിയിലൊക്കെയുള്ള അളവുകളുടെ ശേഷം എന്തു പറയും, അതിന്റെ തമ്മീസ് പറയും. എണ്ണത്തിന്റെ ശേഷം അതിന്റെ തമ്മീസ് പറയും. ഇനി നിസ്ബയാണ് അത് തഫ്സീർ ചെയ്യുന്നത് എങ്കിൽ, നിസ്ബയിൽ നിന്ന് മുബഹമായതിനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ, ആ തമ്മീസ് ഒന്നുകിൽ ഫാഇലിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതാവാം, അല്ലെങ്കിൽ മഫ്ഊലിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതാവാം, അതുമല്ലെങ്കിൽ
മുലാഫിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതാവാം, അതുമല്ലെങ്കിൽ എന്താവാം, ഒന്നിൽ നിന്നും രൂപാന്തരപ്പെട്ടു വന്നത് അല്ലാതെയും വരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നോക്കൂ, തമ്മീസ് 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 ദാത്തിന്റെ തമ്മീസും ഉണ്ടാവാം, നിസ്ബയുടെ തമ്മീസും ഉണ്ടാവാം. ദാത്തിൽ മിഖ്ദാറിന്റെ തമ്മീസും ഉണ്ടാവാം, അദദിന്റെ തമ്മീസും ഉണ്ടാവാം. അദദ് എന്ന് പറഞ്ഞാൽ തിസ്ഈന സനതൻ, അർബഊന ജൽദതൻ, അല്ലെങ്കിൽ അതോടക്കട്ടെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ വേറെ പ്രശ്നം ഉണ്ടായില്ലേ. അപ്പൊ അതതിന്റെ നിയമങ്ങളൊക്കെ കുറച്ച് അവിടെ പഠിക്കാനുണ്ട്, അവിടെ കട്ടെ. ശരി, അതതിൽ നിന്ന് തമീസ് ഉണ്ടാവാം, മിഖ്ദാറിൽ നിന്ന് തമീസ് ഉണ്ടാവാം. മിസാഹത്ത്, കൈല്, വസ്ന് എന്നൊക്കെ പറയുന്ന രീതിയിൽ പല രീതിയിലുള്ള മിഖ്ദാറുകളുടെ തമീസും ഉണ്ടാവാം. ഇനി നിസ്ബയിൽ നിന്ന് തമീസ് വരുമ്പം അതൊന്നുകിൽ ഫായിലിൽ നിന്ന് മുഹവലായിട്ട്, അല്ലെങ്കിൽ മഫ്ഊലിൽ നിന്ന് മുഹവലായിട്ട്, അല്ലെങ്കിൽ മുദാഫിൽ നിന്ന് മുഹവലായിട്ട്, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും മുഹവൽ അല്ലാതെയും വരാം. അപ്പം അതതിനെ കുറിച്ച് നമ്മൾ വല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല അല്ലെ. എന്നാൽ ചെറിയൊരു കാര്യം അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒരുപാട് കാര്യങ്ങൾ അവിടെ അതതിനെ കുറിച്ച് സെപ്പറേറ്റ് വേറെ നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടതൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ പറയുന്നില്ല. അതതിനെ പറ്റി നമുക്ക് ചെറിയൊരു കാര്യം പറയാം. അതതിന്റെ തമീസിൽപ്പെട്ട ഒരു വസ്തുവാണ് കമ്മ എന്ന് പറയുന്നത്. അതതിന്റെ തമീസിൽപ്പെട്ട പിന്നെ ഒരു സാധനമാണ് കമ്മിന്റെ തമ്മീസ്. അതതിന്റെ തമ്മീസിൽപ്പെട്ടതാണ് കമ്മിന്റെ തമ്മീസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ എന്തോ ഒരു സംഗതി തോന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ അതത് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, സലാസൂന, അർബഊന, ഖംസൂന എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ രീതിയിൽ വരുന്ന അതതുകളുടെ തമ്മീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരത്തെയൊക്കെ ഉദാഹരണങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. കമ്മിന്റെ തമ്മീസും അതതിന്റെ തമ്മീസാണ്. ബാക്കിയുള്ള അതതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കമ്മിന്റെ തമ്മീസ് അതതിന്റെ തമ്മീസാണ്. കമ്മെന്ന് പറയുമ്പം രണ്ട് തരം കമ്മുണ്ട് അറബിയിൽ. ഒന്ന് ഇസ്തിഫാമിയായ കമ്മ്, മറ്റൊന്ന് ഖബരിയായ കമ്മ്. ഇസ്തിഫാമിയായ കം, ഖബരിയായ കം എന്ന് പറഞ്ഞിട്ട് രണ്ട് തരം കം ഉണ്ട്. ഈ രണ്ട് കമ്മിന്റെയും തമ്മീസ് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമ്മളിപ്പം പഠിച്ചതുപോലെയുള്ളതൊക്കെ പറയുമ്പം പിന്നെ ഇതിൽ ഇസ്തിഫാമിയായ കമ്മിന്റെ തമ്മീസാണ് നമ്മൾ ആദ്യത് പറഞ്ഞതുപോലെ പറയാം. എന്നാൽ ഖബരിയായ കമ്മിന്റെ തമ്മീസ് കൊണ്ട് ഞാനത് നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് തന്നെ പറയാം. നോക്കിക്കോ, ദാ ഇവിടെ നോക്ക്. ഈ കം ഇസ്തിഫാമിയ കം ഖബരിയ എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സാധനം ഉണ്ടാവും. അതെന്താണ്? എന്താണ് ഇത് സാധനം അല്ലെ? കം ഇസ്തിഫാമിയ കം ഖബരിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം ഉണ്ടാവും. ഞാനിപ്പോൾ അത് പറഞ്ഞുതരാം. കം ഇസ്തിഫാമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കം ഇസ്തിഫാമിയ എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മീൻസ് നമ്മൾ എത്ര എണ്ണം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, കം ഇസ്തിഫാമിയ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്. അപ്പം ഇസ്തിഫാമിയായ കം എന്ന് പറഞ്ഞാല് എത്ര എണ്ണം എന്ന് ചോദിക്കാനാണ്. അപ്പൊ ഉദാഹരണത്തിന് കം ദിർഹമൻ ഇൻദക, കം എത്രയുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എണ്ണം ചോദിക്കാനാണെന്ന്. ദിർഹമൻ ദിർഹമായിട്ട്, ദിർഹമായി, ദിർഹമിനാൽ എത്രയുണ്ട്. ഇൻദക നിന്റെ അടുത്ത്, കം ഇൻദക നിന്റെ അടുത്ത് എത്ര എണ്ണം ഉണ്ട്. ദിർഹമൻ എന്ത്, ദിർഹം പൈസ, നിന്റെ അടുത്ത് എത്ര ദിർഹം ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണ്? എത്ര ഉണ്ട് എന്ന് നമുക്കൊരു കൃത്യമായ അയ്യു അദദിൻ, എത്ര എണ്ണം നിന്റെ അടുത്തുണ്ട് എന്നാണ്, എണ്ണമാണ് ചോദിക്കുന്നത്. അതായത് എൻ്റെ അടുത്ത് 20 ദിർഹമുണ്ട് അല്ലെങ്കിൽ 100 ദിർഹമുണ്ട് എന്ന് അവൻ മറുപടി പറയാനുള്ള ഒരു ചോദ്യമാണിത്. എന്നാൽ കം ദിർഹമിൻ മലക്ത എന്ന് ചോദിച്ചാൽ ഇതൊരു ചോദ്യമല്ല, ഇതൊരു ഖബരിയായ കമ്മാണ്. അപ്പൊ ഈ കമ്മിനാണ് ആദ്യം എണ്ണം കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടി ചോദിക്കുന്ന കമ്മിനെയാണ് നമ്മൾ ഇസ്തിഫാമിയായ കം എന്ന് പറഞ്ഞത്. ഇവിടെയുള്ള ഈ കമ്മ് ഖബരിയായ കം എന്ന് പറയും. അതെന്ത് കമ്മ? ഖബരിയായ കമ്മ് എന്ന് പറഞ്ഞാല് ധാരാളം, അഭിമാന കസീർ, ധാരാളം ഉണ്ട് എന്ന് പറയും. കം ദിർഹമിൻ മലക്ത, എത്ര പൈസയാ നിന്റെ അടുത്തുള്ളത്. അപ്പം എൻ്റെ അടുത്ത് 100 റുപ്യ ഉണ്ട് എന്നാ പറയാ? അല്ല, അതൊരു ആശ്ചര്യത്തോടെ നിന്റെ അടുത്ത് ഒരുപാട് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പൊ അതൊരു ചോദ്യമല്ല. ശരിക്കും ഇതൊരു ചോദ്യമാണോ? അല്ല, ഇതൊരു എക്സ്ക്ലമേഷൻ സെന്റൻസ് ആണ്. കം ദിർഹമിൻ മലക്ത, എത്ര പൈസയാണോ എൻ്റെ അടുത്തുള്ളത്. കം റിജാലിൻ ജാഊക, എത്ര ആൾക്കാരാണോ എൻ്റെ അടുത്ത് വരുന്നത്. എത്ര ആളുകളാ നിന്നെ സന്ദർശിച്ചത്, നിന്റെ അടുത്ത് വന്നത് എന്ന് പറയുമ്പം എന്താണ്, എത്ര ആളാ വന്നതെന്ന് ചോദിക്കുമ്പോൾ 3 ആൾ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം അല്ലത്. അതാണ് ഖബരിയായ കം എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാ നമുക്കിത് മനസ്സിലാവും, ഇത് ഖബരിയാണോ ഇസ്തിഫാമിയാണോ എങ്ങനെ മനസ്സിലായത്? ശ്രദ്ധിച്ച ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ദിർഹമൻ എന്നാ പറഞ്ഞത്, ഇവിടെ ദിർഹമിൻ എന്നാ പറഞ്ഞത്. അത് തന്നെ വ്യത്യാസം.
ഖബരിയായ കമ്മാണെങ്കിൽ അതിന്റെ തമ്മീസ് ജറ് കൊണ്ടാണ് ചെയ്യുക. ഖബരിയായ കമ്മാണെങ്കിൽ അതിന്റെ തമ്മീസ് ജറ് കൊണ്ടാണ് ചെയ്യുക. ഇസ്തിഫാമിയായ തമ്മീസിന്റെ ഇസ്തിഫാമിയായ കമ്മിന്റെ തമ്മീസ് നമ്മൾ ഇതുവരെ കണ്ടതുപോലെ നസ്ബ് ചെയ്താണ് ഉണ്ടാവുക. ഇത് ബിമാന അയ്യു അദദിൻ, എത്ര എണ്ണം എന്ന രീതിയിലാണ് ഈ കമ്മ് ഉപയോഗിക്കുന്നത്. ഏത് കമ്മ്? ഇസ്തിഫാമിയായ കമ്മ്. അതിന്റെ തമ്മീസ് മൻസൂബായിരിക്കും. ഖബരിയായ കമ്മ് പറയുന്നത് കസീർ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി, ധാരാളം ഉണ്ട് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചോദ്യമല്ല, അത് ഖബരിയാണ്, അത് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് കമ്മ്, ഖബരിയായ കമ്മിന്റെ തമ്മീസ് ജറ് കൊടുത്തിട്ടാണ് ഉണ്ടാവുക, മജ്റൂർ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ 2 ഉദാഹരണം എന്തിനാ തന്നത്? വെറുതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാനല്ല. ഈ 2 ഉദാഹരണങ്ങളും 2 വ്യത്യസ്ത രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ദിർഹം എന്ന പദം മുഫ്രദായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ റിജാൽ എന്ന പദം ജം ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഖബരിയായ കമ്മിന്റെ തമ്മീസ് മുഫ്രദ് മജ്റൂറുമാവാം, ജംഅ് മജ്റൂറുമാവാം. മുഫ്രദ് മജ്റൂറുമാവാം, ജംഅ് മജ്റൂറുമാവാം. അപ്പം ഖബരിയായ കമ്മിന്റെ തമ്മീസ് യകൂനു മുഫ്രദൻ മജ്റൂറൻ ഔ യകൂനു ജംഅൻ മജ്റൂറൻ. ഇസ്തിഫാമിയായ കമ്മിന്റെ തമ്മീസ് യകൂനു മുഫ്രദൻ മൻസൂബൻ, മൻസൂബായിട്ടാണ് ഉണ്ടാവുക. ഇത്രയുമാണ് നമ്മളെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ആശയങ്ങൾ. ഇനി ഞാൻ പാഠം വായിക്കാം. അപ്പം നിങ്ങൾക്ക് കുറേയും കൂടെ എന്ത് ചെയ്യും, കാര്യങ്ങൾ കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്നൊന്ന് വായിച്ച അർത്ഥം പറഞ്ഞുതരാം. തദ്രീബാത്തും വേണമെങ്കിൽ വായിക്കാം. പാഠപുസ്തകത്തിലേക്ക് നോക്കുക. പാഠപുസ്തകം തുറന്നുകൊണ്ട് ഇരിക്കുക. അദ്ദർസു അസ്സാനി, പാഠം 2, സക്കരിയ അലൈഹിസ്സലാം. നമുക്കറിയാം അദ്ദേഹം ഒരു നബിയാണ് അല്ലേ. ജഅലഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ ആക്കി, റസൂലൻ ഇല ബനി ഇസ്രാഈല, ബനു ഇസ്രായേലിലേക്കുള്ള റസൂലാക്കി, ദൂതനാക്കി. വക്കാന, അദ്ദേഹമായിരുന്നു, യുഈനുൽ ഫുഖറാഅ, പാവപ്പെട്ടവരെ ദരിദ്രരെ സഹായിക്കുമായിരുന്നു, വൽ മസാക്കീന, പാവങ്ങളെ തന്നെ അല്ലെ. ഫുഖറാവും മസാക്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ. ഫുഖറാ എന്ന് പറഞ്ഞാൽ പറ്റേ ദരിദ്രരാണ്, മസാക്കീൻ എന്ന് പറഞ്ഞാൽ ദരിദ്രർ. അപ്പം പാവപ്പെട്ടവരെയും അതിദരിദ്രരായ ആളുകളെയും അദ്ദേഹം സഹായിക്കുമായിരുന്നു. വകാന ലം യുർസഖ് ലഹു, അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നില്ല, വലതുൻ, ഒരു സന്താനത്തെ, അദ്ദേഹത്തിന് സന്താനം നൽകപ്പെട്ടിരുന്നില്ല, മക്കളുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഹത്താ ബലഗ തിസ്ഈന, 90 ആകുന്നത് വരെ, അദ്ദേഹത്തിന് 90 ആകുന്നത് വരെ. എന്ത് 90? സനത്തൻ, വയസ്സ്, പ്രായം. 90 വയസ്സാകുന്നത് വരെ അദ്ദേഹത്തിന് മക്കളെ നൽകപ്പെട്ടില്ല. ഫനാദ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു. വഖദ് ഇസ്തഅല റഅസുഹു ശൈബ, അദ്ദേഹത്തിന്റെ മുടിയിൽ നര വ്യാപിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം റബ്ബിനെ വിളിച്ചു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ, റബ്ബി ഹബ്ലി, എൻ്റെ റബ്ബേ എനിക്ക് നൽകണമേ, മിൻ ലദുൻക, നിന്റെ അടുക്കൽ നിന്ന്, ദുർരിയതൻ ത്വയ്യിബതൻ, നല്ല സന്താനങ്ങളെ. ഫസ്തജാബ അല്ലാഹു, അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ഇജാബത്ത് നൽകി, ദഅവതഹു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഫവഹബ ലഹു, അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് നൽകി, യഹ്യ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം എന്ന നല്ലൊരു മകനെ അള്ളാഹു അദ്ദേഹത്തിന് സന്താനമായി നൽകി, സമ്മാനമായി നൽകി അല്ലെ. വഹബ എന്ന് പറഞ്ഞാൽ സമ്മാനം നൽകാന്നൊക്കെ അർത്ഥം. അള്ളാഹു തആല നൽകി. നജിദു ഫി ഹാദ ദർസി, ഈ പാഠത്തിൽ നമുക്ക് കാണാം, ലഫ്ലൈനി മുലവനൈനി, കളർ കൊടുത്തിട്ട് 2 വാക്കുകൾ, മൻസൂബൈനി, നസ്ബ് ചെയ്യപ്പെട്ടതായി അല്ലെ, നസ്ബ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ഏതൊക്കെയാ 2 വാക്കുകൾ? സനത്തൻ എന്നതും ഷെയ്ബ എന്നതും. യുഖാലു ലഹുമ, അതിന് രണ്ടിനും പറയപ്പെടും തമ്മീസുൻ, തമ്മീസ് എന്നാണ് ആ 2 വാക്കുകളുടെ പേര്. ആ 2 വാക്കുകൾ മാത്രമല്ല, അതുപോലെയുള്ള വാക്കുകൾക്ക് തമ്മീസ് എന്നാണ് പറയുക. വത്തമ്മീസു, തമ്മീസ് എന്നാൽ ഇസ്മുൻ ഫദ്ലത്തുൻ നകിറത്തുൻ ജാമിദുൻ, ഒരു നക്കിറയും ജാമിദും ആയ ഫദ്ലയായ ഇസ്മാണ്. ജാമിദായ, നക്കിറയായ, ഫദ്ലയായ ഇസ്മാണ്. മുഫസ്സിറുൽ ലിമാ ഉബ്ഹിമ, മുബ്ഹമായതിനെ, അവ്യക്തമായതിനെ വിശദീകരിക്കുന്ന. മിനദ്ദവാത്തി അവിൻ നിസ്ബത്തി, ദാത്തിൽ നിന്നോ നിസ്ബയിൽ നിന്നോ,
അവ്യക്തമായവയെ വിശദീകരിക്കുന്ന ജാമിദും നക്കിറയും ഫദ്ലയുമായ ഒരു ഇസ്മിനെയാണ് തമീസ് എന്ന് പറയുന്നത്. വൽ മുഫസ്സിറു ലിദ്ദവാത്തിൽ മുബ്ഹമത്തി, മുബഹമായ ദാത്തുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അക്സർ വുഖൂഇഹി, അത് അധികവും സംഭവിക്കാറുള്ളത് ബഅദൽ മഖാദീരി വൽ അദദി, മിഖ്ദാറിന്റെയും അദദിന്റെയും ശേഷമാണ്, അളവുകളുടെയും എണ്ണങ്ങളുടെയും ശേഷമാണ്. നഹ്വു, ഉദാഹരണം ബലഗ തിസ്ഈന, തിസ്ഈന എന്ന എണ്ണം പറഞ്ഞു. സനതൻ എന്ന അതിന്റെ തഫ്സീറായിട്ട്, അതിന്റെ മുഫസ്സിറായിട്ട് ഒരു തമീസ് പറഞ്ഞു. വൽ മഖാദീറു, മിഖ്ദാറുകൾ എന്ന് പറയുന്നത് മിസാഹത്തുൻ വകൈലുൻ വവസ്നുൻ, അളവ് ദൂരമാവാം, അളവാകാം, തൂക്കമാവാം, ഒക്കെ ആവാം. ഉദാഹരണം ഇഷ്തറൈതു മിത്രൻ സൗബൻ, ഞാനൊരു മീറ്റർ വാങ്ങി, എന്ത്, സൗബിനാൽ. ബിഅ്തു 5 ലിത്രിൻ അറുസൻ, ഞാൻ 5 ലിറ്റർ വിറ്റു, എന്ത്, അറുസ്, നെല്ല്. വഇൻദി 100 ഗ്രാമിൻ ദഹബൻ, എൻ്റെ അടുത്ത് 100 ഗ്രാം ഉണ്ട്, എന്ത്, ദഹബൻ, സ്വർണത്താൽ. ഇങ്ങനെയാണ് വരിക ഉദാഹരണങ്ങൾ. വൽ മുഫസ്സിറു ലിന്നിസ്ബത്തി, ഇനി നിസ്ബയുടെ മുഫസ്സിറായിട്ട് വരുന്നത് യകൂനു മുഹവ്വലൻ അനിൽ ഫാഇലി, അത് ഫാഇലിൽ നിന്ന് രൂപാന്തരപ്പെട്ടുണ്ടാവാം. ഉദാഹരണം ഇഷ്തഅല റഅസു ശൈബാ, അവിടെ റഅസ് ഇഷ്തഅല എന്നതിന്റെ ഫാഇലാവാൻ പറ്റുമായിരുന്ന, വേറൊരു രൂപത്തിൽ എഴുതിയാൽ ഫാഇലാക്കിയിട്ട് എഴുതാൻ കഴിയുന്ന ഒരു വാക്കാണ് ഷൈബൻ എന്നത്. അപ്പൊ ഫാഇലിൽ നിന്ന് രൂപാന്തരപ്പെട്ടത് തമീസായി മാറുകയാണ്. ഔ മുഹവ്വലൻ അനിൽ മഫ്ഊൽ, അല്ലെങ്കിൽ മഫ്ഊലിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വരാം. ഫജ്ജർനൽ അർള ഉയൂനൻ. ഔ മുഹവ്വലൻ അനിൽ മുളാഫ്, അല്ലെങ്കിൽ മുളാഫിൽ നിന്ന് മുഹവ്വലായിട്ട് രൂപാന്തരപ്പെട്ടിട്ടും വരാം. ഉദാഹരണം അന അക്സറു മിൻക മാലൻ. ഔ ലാ യകൂനു മുഹവ്വലൻ അൻ ഷൈ, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും മുഹവ്വൽ അല്ലാതെയും ആവാം. ഉദാഹരണം ഇംതല അൽ ഇനാഉ മാഅൻ. അവിടെ മാഅൻ എന്നത് ഫായിലിൽ നിന്ന് മുഹവ്വലല്ല, മഫൂലിൽ നിന്ന് മുഹവ്വലല്ല, മുളാഫിൽ നിന്ന് മുഹവ്വലും അല്ല. ഇനി വമിൻ തമീസിൽ അദദി, അദദിന്റെ തമീസിൽ പെട്ടതു തന്നെയാണ് തമീസു കമിൽ ഇസ്തിഫാമിയ, ഇസ്തിഫാമിയായ കമ്മിന്റെ തമീസ്. ഇസ്തിഫാമിയായ കമ്മിന്റെ തമീസ് അദദിന്റെ തമീസിൽ പെട്ടതാണ്. ബിമാന അയ്യ അദദിൻ, ഇസ്തിഫാമിയായ കം എന്ന് പറഞ്ഞാൽ അയ്യ അദദിൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കമ്മാണ്. കമ്മിൽ ഇസ്തിഫാമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യു അദദിൻ എന്ന ആശയം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്മാണ്. എത്ര എണ്ണം എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്മാണ്. എത്ര എണ്ണം, അപ്പൊ ഒരു എണ്ണത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ഉദാഹരണത്തിന് കം ദിർഹമൻ ഇൻദക, നിന്റെ കയ്യിൽ എത്ര ദിർഹം ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് 20 ഉണ്ട്, അല്ലെങ്കിൽ 30 ഉണ്ട്, അല്ലെങ്കിൽ 100 ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു ആൻസർ, കൃത്യമായ ഒരു എണ്ണം ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം. പക്ഷേ വമാ തമീസു കമിൽ ഖബരിയ, ഖബരിയായ കമ്മിന്റെ തമീസ് ഉണ്ടല്ലോ, അതും ഒരു തരം തമീസ്. പക്ഷെ അത് എന്ത്, ഖബരിയായ കം എന്ന് പറഞ്ഞാൽ ബഹുവിമാന കസീർ, കസീർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഖബർ എന്താണ്, കമ്മാണ്. അതായത് ധാരാളം ഉണ്ട് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന കമ്മാണ്, ചോദ്യമല്ല. ആ കമ്മിനും തമീസ് ഉണ്ടാവും. അത് ഫയക്കൂനു മുഫ്രദൻ മജ്റൂറൻ, മുഫ്രദ് മജ്റൂർ ആയിട്ടാണ് വരിക. കതമീസിൽ മിഅത്തി, മിഅത്തിന്റെ തമീസ് പോലെന്ന്. മിഅത്തിന്റെ തമീസ് പോലെ എന്ന് പറഞ്ഞാൽ എന്താ, മിഅത്ത് എന്നതിന് തമീസ് ഉണ്ടാവും. മിഅത്ത് എന്ന് പറയുന്നത് ഒരു അദദല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെറിയൊരു സൂചന എവിടെയോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അദദിന്റെ തമീസിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇശ്റൂന ദിർഹമൻ, സലാസൂന ദിർഹമൻ, ഖംസൂന ദിർഹമൻ എന്നൊക്കെ പറയുന്നത് പോലെ മിഅത്തു ദിർഹമൻ എന്നല്ല പറയുക, മിഅത്തു സനത്തിൻ എന്നാ പറയാ. മിഅത്തു ദിർഹമിൻ ജർ ചെയ്തിട്ടാണ് പറയുക. മനസ്സിലായ? മുഫ്രദ് മജ്റൂർ ആയിട്ടാണ് മിഅത്തിന്റെ തമീസ് വരിക. അദദിന്റെ എല്ലാ തമീസും മൻസൂബല്ല. ഇപ്പൊ തന്നെ നമ്മൾ അദദിന്റെ സലാസൂന, ഖംസൂന അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ മൻസൂബാണെങ്കിലും മിഅത്ത് എന്നതിന് മജ്റൂർ ആണെന്ന് പറഞ്ഞില്ലേ. അതേപോലെ വേറെ ചില സംഗതികളും കൂടെ അദദുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്കിപ്പോൾ നമ്മൾ ഈ പാഠവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ അത് അങ്ങോട്ട് പോകുന്നില്ല. നമുക്കിപ്പോൾ ഈ പറഞ്ഞത് മാത്രം പറഞ്ഞിട്ട് പോവാം. കമ്മൽ ഇസ്തിഫാമിയയുടെ തമീസ് സാധാരണ പോലെ തന്നെയാണെങ്കിലും കമ്മൽ ഖബരിയയുടെ തമീസ് മുഫ്രദ് മജ്റൂർ ആയിരിക്കും. മിഅത്തിന്റെ തമീസ് പോലെ മുഫ്രദ് മജ്റൂർ ആയിരിക്കും ഒന്നുകിൽ. ഉദാഹരണത്തിന് കം ദിർഹമിൻ മലക്ത, എത്ര പൈസയാണ് നീ ഉടമപ്പെടുത്തിയത്, എത്ര പൈസയാണ് നിന്റെ അടുത്തുള്ളതെന്ന ഉദ്ദേശം. ഔ യകൂനു ജംഅൻ മജ്റൂറൻ, അല്ലെങ്കിൽ ഖബരിയായ കമ്മിന്റെ തമീസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഖബരിയായ കമ്മിന്റെ തമീസ് യകൂനു ജംഅൻ മജ്റൂറൻ.
ജംഉ മജ്റൂർ ആയിരിക്കും. മുഫ്രദ് മജ്റൂറും ആവാം, ജംഉ മജ്റൂറും ആവാം. കം റിജാലിൻ ജാഊക. കം റിജാലിൻ ജാഊക എന്നത് നമുക്ക് കം റിജാലിൻ ജാഊക എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ആൾക്കാരാണ് നിന്റെ അടുത്ത് വന്നത് എന്നാണ് അർത്ഥം. അത് കം റജുലിൻ ജാഊക എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ കം റജുലൻ ജാഊക എന്ന് പറഞ്ഞാല് അവിടെ അർത്ഥം മാറും. കം റിജാലിൻ ജാഊക, എത്ര ആളാ വന്നിരിക്കുന്നത്, കുറേ ആൾ വന്നിട്ടുണ്ടല്ലേ എന്നാണ് അതിന്റെ അർത്ഥം. അതേസമയം കം റജുലൻ ജാഊക എന്ന് പറഞ്ഞാൽ എത്ര ആൾ വന്നു, അപ്പോൾ അവൻ പറയും 4 ആൾ വന്നു, അല്ല 5 ആൾ വന്നു, 10 ആൾ വന്നു. ആ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നേ. അപ്പം നെസ്ബ് കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തമ്മീസ്, അത് കം ഇസ്തിഫാമിയാണ്. ജർ കൊടുത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കം ഖബരിയാണ് എന്ന് മനസ്സിലാക്കുക. ഇൻസിബ് അല തംയീസി മാ തളമ്മന മഅന മിൻ അല്ലദീ അതാ മുബയ്യിന. ഇൻസിബ് അല തംയീസി, തംയീസ് എന്ന നിലക്ക് നിനക്ക് നെസ്ബ് ചെയ്യാം. എല്ലാ തമീസിനും നെസ്ബ് അല്ല എന്നുള്ളത് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു. എന്നാലും സാധാരണഗതിയിൽ പറയുമ്പോൾ തമ്മീസിനെ നെസ്ബ് എന്നാ പറയാം, നെസ്ബ് ചെയ്തതാണെന്നാ പറയാം. അപ്പൊ എന്താണ് തമ്മീസ് എന്നതിന് നിനക്ക് നെസ്ബ്, തമ്മീസ് എന്ന നിലക്ക് നെസ്ബ് ചെയ്യണം. എന്തിനെ? മാ തളമ്മന മഅന മിൻ അല്ലദീ അതാ മുബയ്യിന, ബയാനിന് വേണ്ടി വരുന്ന മിന്നിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു സാധനത്തെ എന്ന്. ആശയമൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞിരിക്കുന്നതിന്റെ മൊത്തത്തിലുള്ള ആശയം ഇത്രയേ ഉള്ളൂ. നമ്മൾ തമ്മീസായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ മുമ്പിൽ നമുക്കൊരു മിൻ എന്ന് ചേർത്ത് കൊടുത്തിട്ട് വായിക്കാൻ കഴിയും. അങ്ങനെ വായിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തത കിട്ടും. അതായത് പിന്നെ എന്താണ്, ബിഅതു 5 ലിത്രിൻ മിൻ അറുസിൻ, ഞാൻ 5 ലിറ്റർ, മിൻ അറുസിൻ അരിയിൽ നിന്ന് ഞാൻ 5 ലിറ്റർ വിറ്റു, അല്ലെങ്കിൽ നെല്ലിൽ നിന്ന് 5 ലിറ്റർ വിറ്റു. അപ്പം നെല്ലിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ ഒരു ആശയം ക്ലിയർ ആവുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ബയാനിന് വേണ്ടി വരുന്ന മിന്ന് എന്നൊക്കെ പറയുന്നത്. നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. അൽഫിയയിൽ ബൈത്ത് ഇങ്ങനെ ആയതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പം അതാണ് അതിൻ്റെ ആശയം. അപ്പം ബയാനിന് വേണ്ടി വരുന്ന മിന്നിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു സാധനത്തെ കണ്ടാൽ അത് തമ്മീസ് എന്ന നിലക്ക് നിനക്ക് നെസ്ബ് ചെയ്യാം എന്നാണ് ആ ബൈത്തിന്റെ ആശയം. പെട്ടെന്ന് തദ്രീബാത്തിലേക്ക് പോവാം. തമീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചോദ്യം വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. തമീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ ഫദ്ലത്തുൻ നകിറത്തുൻ ജാമിദുൻ മുഫസ്സിറുൻ ലിമാ ഉബ്ഹിമ മിനദ്ദവാതി അവിൻ നിസ്ബതി. മഖാദീർ ഏതൊക്കെയാ? മിസാഹത്തും കൈലും വസ്നുമാണ് മഖാദീർ. തമീസുൽ മുഫസ്സിറുൽ നിസ്ബതി യകൂനു മുഹവ്വലൻ അമ്മ, എന്തിൽ നിന്നൊക്കെ മാറി വരാം? നിസ്ബയുടെ മുഫസ്സിറായിട്ട് വരുന്ന തമീസ് എന്തിൽ നിന്നൊക്കെ മുഹവ്വലായിട്ട് വരാം, രൂപാന്തരപ്പെട്ടു വരാം? അനിൽ ഫാഇലി അവിൽ മഫ്ഊലി അവിൽ മുദാഫി, അല്ലെ? യകൂനു മുഹവ്വലൻ അനിൽ ഫാഇലി അവിൽ മഫ്ഊലി അവിൽ മുദാഫി ഒക്കെ ആവാം. ഇനി ഓരോന്നിനും സ്വന്തമായിട്ട് ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് സ്വന്തമായിട്ട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കി നോക്കുക. മിസാഹത്തിന് തമീസ് ചെയ്യാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഉദാഹരണം എന്താണ്? പിന്നെ ഇഷ്തറൈതു മിത്രൻ സൗബൻ എന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക. കൈലിനാവുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൈലിന് പറ്റിയ, കൈല് എന്ന് പറഞ്ഞാൽ എന്താ, അളവാണ് അല്ലെ? 5 ലിത്രിൻ എന്നൊക്കെ പറയണം. അതേപോലെ വസ്നാവുമ്പം ഗ്രാമോ കിലോഗ്രാമോ ഒക്കെ പറയണം. അതേപോലെ കമിൽ ഇസ്തിഫാമിയൊക്കെ തമ്മീസ് കൊടുത്തിട്ട്, കമിൽ ഇസ്തിഫാമിയൊക്കെ തമ്മീസ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണ്? അതിന്റെ തമ്മീസ് മൻസൂബായിരിക്കണം. ഇസ്തിഫാമി ആവുമ്പോൾ മൻസൂബായിരിക്കണം. ഖബരി ആവുമ്പം മജ്റൂറാക്കിയാൽ മതി. അപ്പം ഖബരി ആവുമ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരുപാട് വന്നു എന്ന് പറയാൻ പറ്റിയ ഒരാശയമായിരിക്കണം നമ്മൾ പറയുന്നത്. ഒരുപാട് ഉണ്ട് എന്ന് പറയാൻ പറ്റിയ ഒരാശയമായിരിക്കും. കം ബിലാദിൻ സുർത്തുഹ്, കം ബിലാദിൻ സുർത്തുഹ്, ഞാൻ എത്ര നാടുകൾ സന്ദർശിച്ചു എന്നറിയോ? ഒരുപാടുണ്ട് എന്നർത്ഥം. കം ബലദൻ സുർത്ത, നീ എത്ര നാട്ടില് എത്ര നാടുകൾ സന്ദർശിച്ചിട്ടുണ്ട്? അപ്പോൾ അവൻ പറയും ഞാൻ 5 നാടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആൻസർ കിട്ടാം. അപ്പൊ കം ബലദൻ എന്നാവുമ്പം അത് ഇസ്തിഫാമിയായി. കം ബലദിൻ എന്നാവുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കേട്ടോ, ഖബരിയായി. തമീസുൽ അദദ്, അദദിന്റെ തമീസ്. അദദിന്റെ തമീസ് നമുക്ക് എന്തും കൊടുക്കാം അല്ലെ? ഇന്ദി ഇശ്റൂന ദിർഹമൻ, റഅയ്തു 11 കൗകബൻ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താണ്? തമീസുൽ അദദാണ്. ഇനി തമീസുൽ മുഹവ്വൽ ഫായിൽ, ഫായിലിൽ നിന്ന് മുഹവ്വലായിട്ട് വരുന്നതിന് ഇസ്തഅല റഅസു ഷൈബൻ എന്ന ഉദാഹരണമാണ് നമ്മൾ പാഠത്തിൽ പഠിച്ചത്. അതേപോലെ ഫായിലാവാൻ പറ്റുന്ന, വേറൊരു രൂപത്തിൽ എഴുതുമ്പോൾ ഫായിലാക്കി എഴുതാൻ പറ്റുന്ന ഒരു സാധനത്തെ നിങ്ങളൊന്ന് എന്ത് ചെയ്ത് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക, കിട്ടുന്നുണ്ടെങ്കിൽ നോക്കുക. അതേപോലെ തമീസുൽ മുഹവ്വൽ മഫ്ഊൽ, മഫ്ഊലിൽ നിന്ന് മുഹവ്വലായതിനും സ്വന്തമായിട്ടൊരു ഉദാഹരണം എഴുതാനാണ് ചോദ്യം. മഫ്ഊലിൽ നിന്ന് മുഹവ്വലായതാണ് നമ്മൾ എവിടെ പഠിച്ചത്? ഫജ്ജർനൽ അർള ഉയൂനൻ എന്നതിൽ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തദ്രീബാത്തിൽ കാണുന്നത്. പിന്നെ പൂരിപ്പിക്കാനാണ് ബൈത്ത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഈ പാഠങ്ങളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. സ്പീഡ് കൂടുതലാണ്, കുറവാണ്, എക്സ്പ്ലനേഷൻ കുറവാണ്, കൂടുതലാണ്, മനസ്സിലാവുന്നുണ്ട്, ഇല്ല, എന്തും നിങ്ങൾക്ക് പറയാം. പക്ഷെ അത് നിങ്ങൾ പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. മാത്രമല്ല നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ നമ്മൾ പല വീഡിയോസും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ടൈം എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പരമാവധി നിങ്ങൾക്ക് തെറ്റില്ലാതെയും മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ആവണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ എന്നതൊന്നും നമുക്ക് മനസ്സിലാവാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ഉപയോഗിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.